ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണിമുടക്ക് ദിവസം, പണിയെടുപ്പ് ദിവസം അഥവാ വിളവെടുപ്പ് ദിവസമായി മാറ്റിയ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് കഥ ഈ കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണയിൽ ഇത്തിരി നേരത്തേക്ക് എഴുന്നേറ്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്, ഒരവധി ദിവസം കിട്ടിയതല്ലേ, കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നേരത്തെ കിടന്നുറങ്ങി ഏറ്റവും വൈകി എഴുന്നേറ്റിട്ട് അടുക്കളയിൽ വന്ന് രാവിലത്തെ ചായ ഉണ്ടാക്കാനുള്ള തിരക്ക് കൂടിയ പരിശ്രമങ്ങളാണ് ഇപ്പോൾ ഈ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള തത്രപ്പാട് കഴിക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിലെ ജോലികൾ തീർത്തിട്ട് നമുക്ക് പുറത്ത് കുറേ ജോലികളുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് പുറത്ത് ഓരോരുത്തരായിട്ട് അവരവരുടെ ജോലികളിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബീച്ചേട്ടൻ എന്തേ അവിടെ ജോലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബീച്ചേട്ടൻ ജോലി തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണീറ്റത് നേരം വൈകിയായതുകൊണ്ട് എൻ്റെ അടുക്കളയിലെ ജോലി വൈകി. ആൾക്ക് അങ്ങനെ എല്ലാം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ആളായതുകൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണം. ഞങ്ങൾ കുറച്ച് മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിളവെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം നമ്മൾ കുറച്ച് ദിവസമായി അതിൻ്റെ കാര്യങ്ങൾ ഓർക്കുന്നു. പക്ഷേ ഒരുമിച്ച് ഞങ്ങൾ നിന്നാൽ മാത്രമാണ് അതിൻ്റെ അത് വിളവെടുത്ത് നന്നാക്കിയൊക്കെ എടുത്ത് അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഇത് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഓരോ ജോലി കൊടുത്തു. കുഞ്ഞാറ്റയ്ക്കും മച്ചുവിനും എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ ജോലികൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫുള്ളി എൻഗേജ്ഡാണ്. പിന്നെ അയ്യാൻ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, വീഡിയോ എടുത്തിട്ടുണ്ട്. അവൻ ഫുൾ ഓൺ കളിയിലാണ് കൂട്ടുകാരുടെ. പിന്നെ നമുക്ക് പറമ്പിലേക്ക് വെള്ളം തിരിക്കാനും ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പറമ്പിൽ ഇങ്ങനെ വെള്ളം തിരിഞ്ഞു വരുമ്പോൾ അത് കാണാൻ. കണ്ട നല്ല തെളിഞ്ഞ വെള്ളം നമ്മുടെ പറമ്പിലൂടെ ഇങ്ങനെ ഒഴുകണ കാണാൻ അത് ഭയങ്കര ഭംഗിയാണ്. ഞാനപ്പോൾ അവിടേക്ക് ഇങ്ങനെ കുറേ നേരം നടക്കും. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ മഞ്ഞൾ പറിച്ചു തുടങ്ങി. വിളവെടുപ്പെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ നട്ടേക്കുന്ന മഞ്ഞളൊക്കെ നമ്മൾ പറിച്ചു തുടങ്ങി. അപ്പോൾ ഞാനും കുഞ്ഞാറ്റയും കൂടി അത് ചേട്ടൻ പറിച്ച് തരുമ്പോൾ നമ്മളതിരുന്ന് നന്നാക്കും. അത് നന്നായിട്ട് അതൊക്കെ ചെറിയ മഞ്ഞളുകളൊക്കെ ഒടിച്ച് കൊടുത്തിട്ട് അത് നമുക്ക് കഴുകി ക്ലീനാക്കിയൊക്കെ അതിൻ്റെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ മഞ്ഞൾ ഇതുപോലെ ഒടിച്ച് നമുക്ക് എടുത്തിട്ട് വേണം. ഒടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്കത് പുഴുങ്ങിയൊക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇടാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതിൽ നിറയെ മണ്ണൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വേരും എല്ലാം കളഞ്ഞ് അത് നന്നാക്കി എടുക്കുക എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറയുന്നത് മഞ്ഞൾ നന്നാക്കി എടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ടൊക്കെ കഴുകി പുഴുങ്ങി എടുത്ത് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കി നന്നായിട്ട് 2, 3, 4 ദിവസം എടുത്ത് നല്ലപോലെ ഉണക്കി എടുത്തിട്ടാണ് നമ്മളത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിന്നിലാക്കിയിട്ട് കൂടുതൽ മഞ്ഞൾ വരുമല്ലോ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി വന്നു കഴിയുമ്പോൾ ടിന്നിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് 1 വർഷം വരെ കേടാവാതെയും പൂക്കാതെയൊക്കെ നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്കിങ്ങനെ പറമ്പിൽ നമ്മൾ നട്ട് പിടിപ്പിച്ചത് ഉണക്കി പൊടിച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പം ഇത്രയും പച്ചമഞ്ഞൾ കണ്ടുകൊണ്ട് നമ്മൾ അയ്യോ ഇത്രയും മഞ്ഞളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് ഉണങ്ങി വന്നു കഴിയുമ്പോൾ ചുരുങ്ങി കുറച്ചുണ്ടാവുള്ളൂ. അപ്പോഴാണിതാ നമ്മുടെ പറമ്പിൽ ഒരു കൊക്ക് വന്ന് നിൽക്കണത്. ഇങ്ങനെ വെള്ളം പറമ്പിൽ നിറച്ചിടുമ്പോൾ കൊക്ക് വരാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലണത് കണ്ടപ്പോഴേക്കും ഏറ്റവും അടുത്ത് നിന്നിരുന്ന ആളിങ്ങനെ പേടിച്ച് പോവുകയാണ്. ഒരു കോമഡിയിൽ പറയുമല്ലേ, നിങ്ങൾ വീഡിയോ എടുക്കുകയാണോ, എന്നോട് ചോദിച്ചിട്ട് എടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ ഭയങ്കര ഡിമാൻഡ്. ആൾ പോയി. അപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോകാൻ പോയില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഓരോരുത്തരുടെ കമൻറ്റ് ഉണ്ട് കേട്ടോ. അത് മൈൻഡ് ചെയ്യണ്ട, വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ പിന്നെ കുഞ്ഞാറ്റ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ നിർത്തി കഥ പറയാൻ പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ ചേട്ടൻ പണ്ടത്തെ വിശേഷങ്ങൾ, പണ്ട് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചിരുന്നതിൻ്റെ അതിൻ്റെ പ്രോസസ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ അത്രയും നേരം കൂടി ജോലി ചെയ്യാണ്ട് മാറിക്കാലോ എന്ന് ഓർത്തിട്ട് ആ കഥയും കേട്ട് വിശേഷമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടനാണെങ്കിൽ പുതിയ, അതായത് നമുക്ക് കുറച്ച് ഭാഗത്തിൽ പൊക്കമുള്ളിടത്തേക്ക് പറമ്പിൽ കനാലിൽ നിന്ന് വെള്ളം കയറില്ല. അപ്പോൾ ആളതിന് വേണ്ടിയിട്ടൊരു തോടൊക്കെ തയ്യാറാക്കിയിട്ട് അടുത്ത ജാതിയുടെ ചോട്ടിലേക്ക്, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, ജ്യോതിയോ അല്ല ജാതി, അവിടെ ജാതി നിൽപ്പുണ്ട്, ജാതിമരം നിൽപ്പുണ്ട്, ജാതിക്കമരം. അതിൻ്റെ ചോട്ടിലേക്ക് വെള്ളം തിരിച്ചു വിടുന്ന വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വൈകുന്നേരം വരെ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം ഈ
പറമ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് എന്നിടയ്ക്ക് ഇതേ കളിക്കാൻ പോയ ആൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. എന്താ ഈ നടക്കണേന്ന് അറിയാവോ? സ്പീക്കറിൽ പാട്ട് വെച്ചിട്ട് ഫ്രണ്ട്സിനെയും കൂട്ടി നിന്ന് ഡാൻസ് കളിക്കുന്നതായി കാണണേ. അവൻ എന്തെങ്കിലും അറിയണം, അവനൊന്നും അറിയണ്ട പാവം. അത് ആ ഷെൽഫിൽ അടക്കി പറക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുക, എറിയുക, കളിക്കുക. ഈ ഡാൻസും കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ യുദ്ധക്കളം പോലെ കിടക്കുമായിരുന്നു. എല്ലാം എടുത്ത് എറിഞ്ഞ് കളിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ അവൻ വീണ്ടും കളിക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് അത് കോരേണ്ട സമയമായി. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കോരി അതിൽ വെള്ളം കളഞ്ഞ് മാറ്റുകയാണ്. ഇതിൻ്റെ അളവും പാകമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എങ്ങനെയാണെന്ന്. അതൊക്കെ ചേട്ടൻ പറഞ്ഞു തരും. ചേട്ടൻ അത് പറയണതിൻ്റെ ആ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ആയിട്ടുണ്ട്, കോരിക്കൊള്ളാൻ പറഞ്ഞു. ഞാനത് കോരിയെടുത്തു. അപ്പോൾ അത് വെയിലത്ത് കൊണ്ടുപോയി ഇട്ട് ഉണക്കിയെടുക്കാനായിട്ട് അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. ഒരു പണിമുടക്ക് ദിവസം, പണിയെടുപ്പ് ദിവസം, പണിയെടുത്ത് നടുവൊടിഞ്ഞ ദിവസം ഗൈസ്. ഓക്കെ, ടാറ്റാ.